പ്രിയപ്പെട്ട മലയാളികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സോണിമൻ കെ മാത്യു. നമ്മളിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലെത്തി നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്ത്, ഈ കൊച്ചു സംസ്ഥാനത്ത് എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാം നടത്തുന്നത് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ആണെങ്കിൽ ആരോഗ്യമന്ത്രി കുഴഞ്ഞു വീണെന്നോ ആശുപത്രിയിലായെന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ ആരോഗ്യമന്ത്രി ഏത് ആശുപത്രിയിലാണ് പോയതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ചുമതലയാണ്. കാര്യം അവർ നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആയിട്ട് ഓടി നടക്കുന്നവർ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അഡ്മിറ്റായതെങ്കിൽ അത് ഈ രാജ്യത്തെ സാധാരണക്കാരോട് നടത്തുന്ന ഒരു വെല്ലുവിളിയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് അതിൽ നമ്മൾ തെളിഞ്ഞ് കാണേണ്ടത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഞാൻ പറയാൻ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നത്, അത് നമ്മുടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചു വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. പണം എന്നത് ലക്ഷ്മിയാണ്. അപ്പോൾ ആ ലക്ഷ്മിയെ നമ്മൾ വളരെയധികം പൂജ്യതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പണം ഒരിക്കലും ലക്ഷ്മിയല്ല. പണം ഈ സ്റ്റേറ്റിൻ്റെ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിനിമയ ഉപാധി മാത്രമാണ്. അവിടെ പണത്തിൽ ലക്ഷ്മി ഉണ്ടെന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്, തെറ്റിദ്ധരിപ്പിക്കൽ പരിപാടിയാണ്. കാര്യം നമ്മൾ ഈ ലക്ഷ്മി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ദേവിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവി നമ്മുടെ കയ്യിലേക്ക് വരാൻ നമ്മൾ ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ആന്തരിക അർത്ഥം. അതായത് പെട്ടെന്ന് കിട്ടത്തില്ല, നല്ല രീതിയിൽ അവരെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ ദേവി സംപ്രീതിയാകത്തുള്ളൂ. അപ്പോഴേ നമുക്ക് പണം കിട്ടൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം. യഥാർത്ഥത്തിൽ ഇതാണ് കുഴപ്പം. നമ്മുടെ സാധാരണക്കാരെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, ഈ ദൈവിക സംവിധാനങ്ങളാണെങ്കിലും മതപരമായ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് പൈസ വന്നില്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ലക്ഷ്മി കോപമാണ്, അല്ലെങ്കിൽ ദേവീ പ്രസാദമില്ല, അതുകൊണ്ടാണ് എനിക്ക് പണമില്ലാത്തതെന്നുള്ളതാണ് ആളുകളുടെ ഒരു ധാരണ. അവരുടെ മനസ്സിലങ്ങനെ ഉള്ളൊരു ധാരണ നിറച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവം? ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തികളാണല്ലോ. ഈ ഗുജറാത്തികളുടെ ഈ ആഘോഷങ്ങളിൽ, അതായത് വിവാഹ ആഘോഷങ്ങളിലും വേറെ എന്ത് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലും അവർ ആ ചടങ്ങ് ഭംഗിയാക്കുവാനായിട്ട് അലങ്കരിക്കുന്നത് നോട്ടുകൾ വെച്ചാണ്. വെറും നോട്ടുമാലകൾ ഇങ്ങനെ ചുമ്മാ കോർത്തിരിക്കുകയല്ല, കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ ഓരോ ക്രമത്തിൽ അലങ്കരിച്ചാണ് അവരുടെ ഓരോ ഫങ്ഷനുകളും അവർ ഭംഗിയാക്കുന്നത്. ഇപ്പോൾ അംബാനിയുടെയൊക്കെ മക്കളുടെയൊക്കെ വിവാഹത്തിൻ്റെയൊക്കെ നമ്മൾ പടങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളത്തരമല്ല, ഉള്ള സത്യം തന്നെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളൊരു ആചാരമുണ്ട്. പണം വെച്ച്, നോട്ട് വെച്ച് നമ്മൾ അലങ്കരിച്ച് നമ്മുടെ ചടങ്ങുകൾ ഭംഗിയാക്കാറുണ്ട്? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നോട്ടിനെ ലക്ഷ്മിയായിട്ടാണ് കാണുന്നത്, ധനമായിട്ടാണ്. ധനം ലക്ഷ്മിയാണെന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധാരണയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു. സർക്കാരിൻ്റെ പരസ്യമാണ്. എന്നാൽ വറ്റ് ഇല്ലാത്തവരാരുമില്ലെന്ന്. അതായത് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ആരും ഈ നാട്ടിലില്ലെന്നാണ് സർക്കാർ പരസ്യം. ഞാൻ ചോദിക്കുന്ന, ഈ മുഖ്യമന്ത്രിക്ക് കഞ്ഞി കുടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്ക് കഞ്ഞി കുടിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഈ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നത്? നിങ്ങൾ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ലാവിഷായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ലേ? ഈ നാട്ടിൽ ഓരോ പൗരനും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ? ഉണ്ട്.
പക്ഷേ നിങ്ങളെന്ത് ചെയ്യുന്നു? ഈ സർക്കാർ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പട്ടിണി പാവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം സർക്കാരാണ്. കാരണം പല സ്ഥലത്തും യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ, അത് 60 വയസ്സ് കഴിഞ്ഞവർക്ക്. ഈ സാധാരണ 60 വയസ്സ് കഴിയണവരെയും ജീവിച്ചിരിക്കണ്ടേ? ഈ 2000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. ഈ 60 വയസ്സ് വരെ എത്തണമെങ്കിൽ ഈ അന്ന് എത്തിയാൽ 2000 രൂപ കിട്ടുമെന്ന് പറയുന്നതൊക്കെ എന്തൊരു അനീതിയാണ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ PSCയിലേക്കുള്ള അപേക്ഷകരുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചെന്ന്. അതാണ് സർക്കാരിൻ്റെ നേട്ടം. നിങ്ങളിങ്ങനെ വർദ്ധിപ്പിച്ച് 60 വയസ്സ് വരെ കൂട്ടിക്കൂ, 65 വയസ്സ് വരെ കൂട്ടിക്കൂ. അപ്പോൾ ആൾക്ക് ജോലിക്ക് കയറണ്ടല്ലോ. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൻഷനായില്ല, 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൻഷനാകുന്നു. ഇങ്ങനെയൊക്കെ ആണോ പരിഷ്കാരം കൊണ്ടുവരുന്നുണ്ട്? ഇതൊക്കെയാണോ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നിങ്ങൾ കണ്ടിരിക്കുന്ന മാർഗങ്ങൾ? ഇവിടെ 18 വയസ്സ് മുതൽ ആളുകൾക്ക് നിയമപരമായിട്ട് ജോലി ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ 45 വയസ്സ് 50 വയസ്സൊക്കെ ആയിട്ട് പ്രായപരിധി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഈ പ്രായപരിധി കൂട്ടുന്നവർക്ക് ഒരു 30 വർഷം കൂടി ജോലി ചെയ്യാനുള്ള ഒരു അധികമായിട്ടുള്ള ഒരു സർവീസ് കൂടി ലഭ്യമാക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറുണ്ടോ? അതില്ല. എന്താ കാരണം? യുവജനങ്ങൾ ചിലപ്പോൾ പ്രകടനം നടത്തും. ഈ യുവജനങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സർക്കാർ നേരത്തെ പറഞ്ഞില്ലേ അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായെന്ന്. പിന്നെ നിങ്ങളെന്തിനാണ് ഈ പൊതിച്ചോറിൻ്റെ കാര്യമായിട്ട് ആളുകളുടെ മുമ്പിൽ ചെന്ന് ഇത് കൈനീട്ടി വാങ്ങിച്ച് പല സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത്? അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനത്ത് എന്തിനാണ് അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളെയൊക്കെ ഈ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പണിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഈ രാഷ്ട്രീയ പ്രവർത്തനവും പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നതല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്. പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥത ഇവർ ചൂഷണം ചെയ്യുകയാണ്, ഈ രാഷ്ട്രീയ നേതൃത്വം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്കിങ്ങനെ മറ്റുള്ളവരുടെ ബലിയാടാകേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ സ്വതന്ത്രരാണ്. നമ്മൾ ആരോടും 5 പൈസ മേടിക്കുന്നില്ല. ഇലക്ഷൻ്റെ ഫണ്ടിൻ്റെ പിരിവിനോ മറ്റു കാര്യത്തിനോ ഒന്നും ഞാൻ 5 പൈസ ആരോടും ചോദിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ രാജ്യത്ത് നമുക്കൊരു പുതിയ ഭരണ സംസ്കാരം ഉണ്ടാക്കണമെങ്കിൽ യുവജനങ്ങളും ഇവിടെയുള്ള ബഹുജനങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ അണിചേരണം. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണിത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു റിപ്പബ്ലിക്കാണ്, നമ്മൾ ആരുടെയും അടിമകളല്ല. അതിൻ്റെ ഗുണം നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് ജനാധിപത്യ രാജ്യമാണെന്നോ റിപ്പബ്ലിക്കാണെന്നോ പറയുന്നതിൽ എന്ത് കാര്യമിരിക്കുന്നു? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ 1 ലക്ഷം രൂപ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് നൽകുമെന്ന് പറയുന്നതിന് കാരണം, നിങ്ങൾക്ക് ഇവിടെയുള്ള മന്ത്രിമാരെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഇവർ തരത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ സർക്കാർ വന്നാൽ നിങ്ങൾക്ക് നൽകും. അത് വെറുതെ അല്ല, നിയമമുണ്ടാക്കി നിയമപരമായിട്ടാണ് നൽകുന്നത്. ജോലി ചെയ്യുന്ന എല്ലാവർക്കും. ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലി കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ ജീവിക്കാനായിട്ട് 30,000 രൂപ മിനിമം നിങ്ങൾക്കൊരു ബേസിക് ഇൻകം എന്നുള്ളൊരു കൺസെപ്റ്റ്, ആ യൂണിവേഴ്സൽ ബേസിക് ഇൻകം, ആ കൺസെപ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ജോലി തരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് പൊതുജന അധികാര സഭകൾ വഴി. നിങ്ങൾ സർക്കാരിൻ്റെ ഓഫീസിലോ PSCയിലൊന്നും പരീക്ഷ എഴുതി നടക്കണ്ട. നിങ്ങളുടെ വാർഡ് മെമ്പർ കൺവീനറായിട്ടുള്ള പൊതുജന അധികാര സഭകൾ ഓരോ വാർഡിലും നമ്മൾ കൊണ്ടുവരും, ഓരോ നാട്ടിലും. ഇപ്പോൾ ഏതാണ്ട് 30,000-ഓളം ആളുകൾ വരും, ഈ പൊതുജന അധികാര സഭകൾ വരും. അപ്പോൾ അത്രയും അധികാര സഭകൾ കൊണ്ടുവന്ന് അതിലൂടെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ജോലിക്ക് വേണ്ടി നിങ്ങൾ PSCയുടെ പരീക്ഷ എഴുതാനോ ആളുകളുടെ മുമ്പിൽ പോകാനോ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക. ജോലി എന്ന് പറയുമ്പം ജനങ്ങൾക്ക് ഹാംഫുള്ളാകാത്ത എന്ത് ജോലി നിങ്ങൾക്ക് ചെയ്യാം. വെൽഫെയർ ഉണ്ടാക്കുന്ന എന്ത് കാര്യം, സംസ്ഥാനത്തിന് നേട്ടം ഉണ്ടാകുന്ന ഏത് പദ്ധതികളിലും നിങ്ങൾക്ക് ഏർപ്പെടാം. അത് നമ്മൾക്ക് യുവജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. യുവജനങ്ങൾക്ക് മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് ഈ 1 ലക്ഷം രൂപയുടെ മിനിമം വേതനം ലഭ്യമാക്കും. ഇനി ജോലിയൊന്നും ഇല്ലെങ്കിൽ 30,000 രൂപ പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഇത് നമ്മൾ ആദ്യം വയ്ക്കുന്ന കാര്യം. രണ്ടാമത്തത് നമ്മൾ പെൻഷൻ നമ്മൾ 30,000 രൂപ മുതൽ 50,000 രൂപ വരും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സർക്കാർ ഡോക്ടർമാരുടെ മാത്രം കാര്യമാണ് ഉദ്ദേശിച്ചത്. കാര്യം സർക്കാർ മേഖലയാണല്ലോ സാധാരണക്കാരെ ബാധിക്കുന്നത്. പക്ഷേ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വകാര്യ മേഖലയിലുള്ള ഡോക്ടർമാർക്കും മതിയായ വരുമാനം ലഭിക്കുന്നില്ല. അപ്പോൾ
നമ്മൾ ഈ 2 ലക്ഷം രൂപ എന്നുള്ളത് ജോലി ചെയ്യുന്ന ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും കേരളത്തിൽ കൊടുക്കും. കേരളത്തിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, സ്വകാര്യ മേഖലയിലോ സർക്കാർ മേഖലയിലോ ജോലി ചെയ്യുന്ന, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും കുഴപ്പമില്ല, അവരുടെ സർവീസ് ജനങ്ങൾക്ക് ലഭ്യമാക്കണം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ 2 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം കൊടുക്കുന്ന പദ്ധതി സർക്കാർ കൊണ്ടുവരും. ഞാൻ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ. അതുപോലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, പഠിക്കുന്ന 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും 30,000 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് കിട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരും. ഇതൊന്നും സർക്കാരിനൊരു ബാധ്യതയല്ല, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഭരിച്ച് ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് ആക്കിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയാലും ഈ സംസ്ഥാനത്തിന് 1 രൂപയുടെ പോലും അധിക കടം ഉണ്ടാക്കാതെ ഞാൻ നോക്കും. ഈ കിഫ്ബി പോലെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ പിരിച്ചുവിടും. കാര്യം അത് തട്ടിപ്പ് പരിപാടികളാണ്. അതുപോലെ ഈ റേഷൻ കടകളൊന്നും നമുക്ക് ആവശ്യമില്ല. കാര്യം നമുക്ക് നല്ല പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടെയെങ്കിലും നല്ല ഹോട്ടലിലൊക്കെ പോയി നമുക്ക് ഫുഡ് കഴിക്കണതിന് നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. കാര്യം അതിനുള്ള പണമാണ് സർക്കാർ നൽകുന്നത്. അല്ല റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ മേടിക്കാനും അരി മേടിക്കാനും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നിങ്ങളെ ഒരു ലോവർ ഗ്രേഡിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുന്നൊരു സർക്കാരായിരിക്കും ഞാൻ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ. പിന്നെ അതുപോലെ ഈ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന പോലെയല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും ഫ്രീ ചികിത്സ, അത് സ്റ്റാൻഡേർഡായിട്ടുള്ള ലോക നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കും. എത്ര രൂപ ചിലവായത് സർക്കാരാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 5 പൈസ കൊടുക്കേണ്ടി വരത്തില്ല. ഇത് ഗ്യാരൻറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് മറ്റു കാര്യങ്ങളൊക്കെ ജപ്തിയിലാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഉടനെ ആ കയർ കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ലെന്ന്. നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാരും ഉണ്ട്, എന്നാലും നമുക്ക് പ്രഥമ ദൃഷ്ടിയ പറയാവുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. കാര്യം ഈ വെൽഫെയർ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. ഇവർ നോക്കുന്നില്ല. ഇവർ പറയുന്ന പൈസ ഇല്ലെന്ന് പറയുന്നു, പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ആ ആട്ടും തോലണിഞ്ഞ ചെന്നായ്ക്കളുടെ ആ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ മാറി വേറൊരു മുന്നണിയുടെ സർക്കാർ വന്നാൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അവസ്ഥ. അത് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നുണ്ട്. കാര്യം ഇവരെല്ലാം കൂട്ട് കച്ചവടമാണ്. ഒരാളെ ഒന്നും ചെയ്യത്തില്ല. കാര്യം അവരെ പേടിപ്പിക്കും, ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കും, അത്രയേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ആക്ഷൻ അവരെടുക്കത്തില്ല. കാര്യം എല്ലാവർക്കും ഈ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും അഴിമതി അതിലുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അഴിമതി ബാധകമാണ്. ഒന്നല്ലെങ്കിൽ വേറൊന്ന്, അല്ലെങ്കിൽ പാർട്ടിക്കാരെങ്കിലും അഴിമതിപ്പെടും, അല്ലെങ്കിൽ കേസിൽ പെടും. അപ്പോൾ ഇവരുടെ കൊടുത്തിരിക്കുന്നവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ കൊടുത്തിരിക്കുന്ന എല്ലാവരും സ്വതന്ത്രന്മാരായിരിക്കും. അപ്പോൾ അവർ മര്യാദയ്ക്ക് നടക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഞാനും വക്കീലാണെന്നും പറഞ്ഞിട്ട് ഞാൻ ആളുടെ മേളിൽ കുതിര കയറാൻ നടക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. പിന്നെ ഞാനിപ്പോൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത് പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വെൽഫെയറാണ്. വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയർ. അത് കൊടുക്കാൻ ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാനൊന്നും ഈ മേഖലയിലേക്ക് എനിക്ക് വരാനായിട്ട് താല്പര്യമൊന്നുമില്ല. കാര്യം ഞാൻ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ ക്യാമ്പയിനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരുമായിട്ട് തർക്കിക്കാനോ വലിയ പൊതുയോഗങ്ങൾ നടത്താനൊന്നും എനിക്ക് താല്പര്യമില്ല. കാര്യം ജനങ്ങളിത് ഏറ്റെടുക്കണം. ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കണം, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ വൻ വരുമാനമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നമ്മൾ ഒഴിവ് തരും. അതിനുള്ള പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് സർക്കാരിന് ധാരാളം പണം കിട്ടും. പിന്നെ ഇവിടെ ഈ നമ്മളെ ദുബായ് മോഡലോ സിംഗപ്പൂർ മോഡലോ ഒക്കെയുള്ള രീതിയിൽ ഇവിടെ വ്യാവസായിക സൗഹൃദമാക്കും. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരും. വലിയ വലിയ കമ്പനികൾ വേണമെന്നില്ലെന്ന്, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മതി, യൂണിറ്റുകൾ മതി. പക്ഷേ അതിലൂടെ വലിയ വലിയ പ്രോഡക്റ്റുകൾ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹൈടെക് ആയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജനങ്ങളെ ആദ്യം എംപവർ ചെയ്യുക, അവരെ ശാക്തീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതാണിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റിനെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരിക.
ആളുകൾക്ക് പണം വരുമ്പോൾ പിന്നെ പല കാര്യങ്ങളിലും അവർക്ക് ഇടപെടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നാമത് ഇവിടെ ബിസിനസ് വളരും, എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും വളരും. കാര്യം ആളുകളുടെ പൈസയുണ്ട്, മുടക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യമുണ്ട്, മേടിക്കാനായിട്ടും ആളുകൾക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ വരും. അതിലൂടെ നമ്മുടെ നാട് നന്നാവും. ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ വന്നത് നമുക്കപ്പോൾ ഒരു അനുഗ്രഹമായി മാറും. അല്ലെങ്കിൽ ഇതൊക്കെ വെറും വേസ്റ്റായിരിക്കും. കാര്യം ജനങ്ങൾക്ക് പ്രയോജനം ഇല്ലെങ്കിൽ അതുകൊണ്ട് അത് വേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന്. ഞാൻ മത്സരിക്കുന്നത് ചേർത്തലയിൽ നിന്നായിരിക്കും. കാര്യം എൻ്റെ വീട് ചേർത്തലയാണ്. കൂടുതൽ ഇലക്ഷൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് ക്യാമ്പയിനൊക്കെ നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് ആളുകളെ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് നമുക്ക് പലരുമായിട്ട് ഒരു കടുപ്പവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആരുമായിട്ടും ഞാൻ വോട്ടെന്നും ചോദിച്ച് ഞാൻ ആരുടെ അടുത്തും ചെല്ലത്തില്ല, എനിക്ക് താല്പര്യമില്ല. അത് നമ്മുടെ ഒരു രീതിയല്ല. പക്ഷേ നമ്മൾ മത്സരിക്കുന്നത് എൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ധാരാളം പാർട്ടികൾ അവരുടെ ജാഥകളും കാര്യങ്ങളും പിരിവുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതിന് ആൾക്കൂട്ടമുണ്ട്. ആൾക്കൂട്ടം കണ്ട് ഈ വോട്ട് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം 2016 മത്സരിച്ചപ്പോൾ എന്നോടൊരാൾ പറഞ്ഞ് എൻ്റെ വോട്ട് പാഴായില്ല കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ എന്താ ഞാൻ വോട്ട് ചെയ്ത ആൾ വൻ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. അപ്പോൾ ഞാൻ പറയും നിൻ്റെ വോട്ടല്ലേ പാഴായത്, നിനക്കെന്ത് പ്രയോജനം അതുകൊണ്ട്? നീ വോട്ട് ചെയ്ത ആൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, അവർ നിനക്കെന്ത് തരുന്നു? അത് കഴിഞ്ഞപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ആ കൊറോണയുടെ സമയത്ത് നമ്മളൊന്നും വലിയ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ 30,000 രൂപയുടെ സ്കീം നടപ്പിലാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്തവണ ഞാൻ 1 ലക്ഷം ആക്കി. 1 ലക്ഷം ആക്കിയത് ഇവിടുത്തെ മന്ത്രിമാരുടെ ശമ്പളം 1 ലക്ഷമാണ്. ആ നിലവാരത്തിൽ ആളുകൾക്ക് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ 1 ലക്ഷം രൂപ ആക്കിയത്. അതായത് മന്ത്രിമാരും സാധാരണക്കാരും എല്ലാം തുല്യരാണ്. ആ കൺസെപ്റ്റാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്കതിൽ യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. എൻ്റെ കൂടെ മത്സരിക്കുന്നവരുടെ പേര് ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് സൂക്ഷ്മ പരിശോധന കഴിയുമ്പോൾ വരുന്ന ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, ഓരോ മണ്ഡലത്തിൽ നിന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർ എന്നെ ഈ നമ്മുടെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ രൂപീകരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതിലാണെങ്കിലും നമ്മളെ അറിയിക്കുകയാണെങ്കിൽ, പൊതുജനങ്ങൾക്ക് അവരെക്കുറിച്ച് യാതൊരു അവമതിപ്പും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരുടെ പേര് വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്താൽ മതി. നിങ്ങൾ 5 പൈസ പിരിവ് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി അവർ സ്ഥാനാർത്ഥികളായിട്ട് നിലവിലുണ്ട്. അപ്പോൾ അവർ നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വതന്ത്രരായിട്ടുള്ളവർ കേട്ടോ, പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ളവരെയൊന്നും ഞാൻ വെക്കുന്നില്ല. കാര്യം പാർട്ടിക്ക് വിപ്പുണ്ട്. വിപ്പെന്ന് പറയുന്ന ഒരു അടിമ സംവിധാനമാണ്. പാർട്ടിയുടെ പ്രവർത്തനത്തിന് അത് ആവശ്യമാണ്. പക്ഷേ ജനങ്ങളുടെ വെൽഫെയറിന് അത് ആവശ്യമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായിട്ട് വരുന്നവരെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പറയണ പോലെ 139 പേര് പല മണ്ഡലങ്ങളിലും നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേറെ ആരെ ആശ്രയിക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് തെളിഞ്ഞു വരുന്നത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ജനങ്ങൾ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. ആളുകൾ ഇതിനെക്കുറിച്ചൊരു ധാരണ വേണമല്ലോ. ഒന്നും അറിയാതെ ആളുകൾ പറയും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ, ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും പലരും. അപ്പോൾ അത് നമുക്കൊരു മോശമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കമൻറ്റ് ചെയ്യുക. അതൊന്നും ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല. സംവിധാനം ഒരുക്കാൻ ഞാൻ റെഡിയാണ്. എനിക്കതേ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഡ്വക്കേറ്റ് സോണിമോൻ കെ മാത്യു. ഞാൻ മത്സരിക്കുന്നത് ചേർത്തലയിൽ നിന്നായിരിക്കും. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.